എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 9, 10 തീയതികളിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, രാജ്യത്ത് ആദ്യമായി വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായി വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് ഏത്? ജാർഖണ്ഡ്. ഓർത്തിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് ആയിരുന്ന ഗോതബായ രജപക്സെയുടെ ആത്മകഥ ഏതാണ്? മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് ആയിരുന്ന ഗോതബായ രജപക്സെയുടെ ആത്മകഥയാണ് ദ കോൺസ്പിറസി ടു ഔസ്റ്റ് മീ ഫ്രം ദ പ്രസിഡൻസി. ദ കോൺസ്പിറസി ടു ഔസ്റ്റ് മീ ഫ്രം ദ പ്രസിഡൻസി എന്നുള്ളതാണ് ഗോതബായ രജപക്സ, മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് ആയിരുന്ന ഗോതബായ രജപക്സെയുടെ ആത്മകഥ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ആരംഭിക്കുന്നത് ഏത് വർഷത്തോടു കൂടിയാണ്? ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ഏത് വർഷമാണെന്നാണ് ചോദ്യം. 2026 കൂടിയാണ് ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. നമ്മുടെ നാലാമത്തെ ചോദ്യം, 2024 മാർച്ച് 8 രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പ്രശസ്ത എഴുത്തുകാരി ആരാണ്? ആരാണ്? സുധാമൂർത്തി. ഓർത്തിരിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം 1000 റൺസ് തികയ്ക്കുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? യശസ്വി ജയ്സ്വാൾ ആണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം 1000 റൺസ് തികയ്ക്കുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആണ് ആര്? യശസ്വി ജയ്സ്വാൾ. നമ്മുടെ ആറാമത്തെ ചോദ്യമാണ്, ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റ് ക്ലബിൽ ഇടം നേടുന്ന ആദ്യ പേസ് ബോളർ ആരാണ്? അതായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റുകൾ നേടിയ ആദ്യ ഫാസ്റ്റ് ബോളർ ആരാണെന്നാണ് ചോദ്യം. ജെയിംസ് ആൻഡേഴ്സൺ ആണ് ആൻസർ. ആരാണ്? ജെയിംസ് ആൻഡേഴ്സൺ. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരമാരാണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരമാണ് രവിചന്ദ്ര അശ്വിൻ. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ. 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കളാണ് ആര്? സർവീസസ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 9ാമത്തെ ചോദ്യം, 71ാമത് മിസ് വേൾഡ് ജേതാവ് ആരാണ്? 71ാമത് മിസ് വേൾഡ് ജേതാവാണ് ക്രിസ്റ്റീന പിഷ്കോവ. ആരാണ്? ക്രിസ്റ്റീന പിഷ്കോവ. നമ്മുടെ 10ാമത്തെ ചോദ്യം, ബംഗ്ലാദേശിൽ ചിത്രീകരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമ ഏതാണ്? ബംഗ്ലാദേശിൽ ചിത്രീകരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയാണ് ആക്ഷൻ ഹീറോ ബിജു 2. ആരാണ് ഇതിൽ നായകനായിട്ട് വരുന്നത്? നിവിൻ പോളിയാണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാർട്ടാണിത്. നമ്മുടെ 11ാമത്തെ ചോദ്യം, ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം ഏതാണ്? ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമാണ് സെല തുരങ്കം. ഏതാണ്? സെല തുരങ്കം. നമ്മുടെ 12ാമത്തെ ചോദ്യം, CISF ദിനം എന്നാണ്? CISF ദിനം എന്നാണ്? മാർച്ച് 10 എന്ത്? CISF ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോയുടെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. റൂട്ടഡ് ആപ്പിൽ LDCയുടെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ ആ ഒരു പഠനത്തിന് വേണ്ടി എന്തുകൊണ്ടും നമ്മുടെ റൂട്ടഡ് ആപ്പ് ഉപകാരപ്രദമാണ്. എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ കറണ്ട് അഫയേഴ്സും മറ്റു റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.